ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ദീപാവലി സ്വീറ്റ്സിൻ്റെ കൂടെ ഉണ്ടാകുന്ന ബാദുഷേൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നല്ല മധുരമുള്ള ബാദുഷ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. പുറമെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുമുള്ള ഈ ബാദുഷേൻ്റെ റെസിപ്പി കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ. അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ആട്ടപ്പൊടി എടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പുളിയില്ലാത്ത നല്ല കട്ട തൈര് അതൊരു 2 സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഇങ്ങനെ എല്ലാം നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മുടെ ചപ്പാത്തീൻ്റെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒത്തിരി കൂടി പോകാതെ ശ്രദ്ധിക്കുക. കുറേശ്ശെ ഒഴിച്ച് ഇളക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിത് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന പോലെ അത്ര ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ട് നമ്മളിത് കുഴച്ചെടുക്കേണ്ട കാര്യമില്ല. ഏകദേശം എല്ലാ മാവും കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. ഈ ഒരു പരുവത്തിനാക്കി എടുത്താൽ മതി. ഈ ഒരു പരുവത്തിനാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കാം. ഈ ഒരു പരുവത്തിനാണ് വേണ്ടത്. ഇനി നമ്മളിതിങ്ങനെ പിച്ചി ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ബാദുഷേൻ്റെ ഉള്ളിൽ നല്ല ലെയറായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ കുഴയ്ക്കുമ്പോൾ ഇങ്ങനെ വേണം കുഴച്ച് അവസാനമാക്കി എടുക്കാൻ. ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതേപോലെ ഉരുട്ടി അടച്ചു മാറ്റി വയ്ക്കാം. നമ്മൾ ചപ്പാത്തീൻ്റെ മാവൊക്കെ കുഴയ്ക്കുമ്പോൾ ഇതുപോലെ ചെറിയ കൈകളൊക്കെ വരും ഇടയ്ക്കിടയ്ക്ക്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് 1 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലിട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂടെ ഒരു 2 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്കൊരു ചെറിയ നാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ പരുവെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ ഇത് തൊട്ട് നോക്കുമ്പോൾ ഒരു പശ പോലെ ഒട്ടണം. അങ്ങനെ ഒറ്റനൂൽ പരുവമല്ല, ചെറുതായിട്ടൊരു പശ പോലെ ഒട്ടാൻ പാകത്തിനാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം. ഇനി നമ്മളിത് എടുത്ത് വെച്ചിരിക്കുന്ന മാവ് ചെറിയ ബോൾസാക്കി ഉരുട്ടിയിട്ട്, അങ്ങനെ ഭയങ്കരമായിട്ട് ഉരുട്ടരുത്, ചെറുതായിട്ടൊന്ന് ഉരുട്ടി നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിത് ചെറിയൊരു ഓട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിന് ഇതേപോലെ നമുക്ക് എല്ലാം ഇതാക്കി വെക്കാം. അപ്പോൾ ഇത് നമ്മളാക്കുമ്പോൾ കറക്റ്റ് ഷേപ്പ് ആവരുത്. അവിടെ ഇവിടെയൊക്കെ ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴായിരിക്കും കറക്റ്റ് ബാദുഷേൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടുക. അപ്പോൾ ഓവറായിട്ട് നമ്മൾ ബോൾസ് എല്ലാം നല്ല ഷേപ്പിലെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പ് ഒന്നും കയറത്തില്ല. ഇനി നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഗുലാബ് ജാം തയ്യാറാക്കിയ പോലെ ചൂടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറം മാത്രം കരിഞ്ഞ് ഉള്ളിൽ വേകാതായിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതിട്ട് കൊടുക്കുന്നത്. ഇനി ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇച്ചിരി സമയം എടുക്കും നമ്മളിത് മുരിച്ചെടുക്കാൻ. കാരണം നമ്മളൊരിത്തിരി കട്ടിയിലാണ് ഉരുട്ടിയെടുത്തത് കൊണ്ട് ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഏകദേശം കളറെല്ലാം നന്നായിട്ട് മാറി വരുന്നുണ്ട്. ഈ ഒരു പാകമായി കഴിയുമ്പോൾ നമ്മളിനി ഇതെല്ലാം കോരിയിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ പഞ്ചസാര പാനി കുറച്ച് ചൂടിൽ വേണം ഇട്ട് കൊടുക്കാൻ. പറ്റ ചൂടാറിപ്പോയെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. അങ്ങനെയെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 15-20 മിനിറ്റിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഷുഗർ സിറപ്പിലേ അങ്ങനെ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ അടിപൊളി ബാദുഷ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദീപാവലിയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വെളിയിൽ നിന്ന് സ്വീറ്റ്സ് ഒന്നും വാങ്ങാതെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി നമ്മുടെ കുട്ടികൾക്കും വീട്ടുകാർക്കൊക്കെ കൊടുക്കുക.
അപ്പോൾ പുറമെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുമുള്ള ബാദുഷ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതിനു മുമ്പ് ഞാൻ 2-3 ദീപാവലി സ്വീറ്റ്സിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാട്ടോ. അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.